ഞാനുണ്ടല്ലോ, ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് മൈക്കിൾ ജാക്സന്റെ 'ബില്ലി ജീൻ' എന്ന് പറയുന്ന പാട്ട് കേട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. അതായത് കുറച്ച് നാൾക്ക് മുന്നേ മൈക്കിൾ ജാക്സന്റെ ബയോപിക് ആയിട്ടുള്ള 'മൈക്കിൾ' എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായിരുന്നു. എത്ര പേര് ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ സിനിമ ഉടനെ ഒ.ടി.ടിക്കകത്ത് വരും. ഇപ്പോൾ ഒരുപാട് പേര് കാണും ഒ.ടി.ടിയിൽ വരുന്ന സമയത്ത്. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. അതായത് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടവർക്കറിയാം. അതായത് ആ ഒരു സിനിമ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു രീതി ഉണ്ടല്ലോ. ആ ഒരു സിനിമ എൻ്റെയർ സിനിമ, അതായത് മൈക്കിൾ ആ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു മീമുണ്ടല്ലോ, ഒരു പുള്ളിക്കാരൻ ഒരു തിയേറ്ററിനകത്തിരുന്ന് ഇങ്ങനെ ആ പുള്ളിയുടെ കണ്ണിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ആ ഒരു സിനിമ പുള്ളിക്കാരൻ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം പുള്ളി ആ ഒരു സിനിമ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ലിറ്ററലി ഞാൻ അങ്ങനെ ആയിരുന്നു മൈക്കിൾ എന്ന് പറയുന്ന സിനിമ കണ്ടത്. എന്നുവെച്ചാൽ അത്രയും ആ സിനിമയുടെ ഓരോ മൊമെന്റും ഞാൻ അത്ര എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ കിടിലമായിരുന്നു. അത് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയത്തില്ല. അത് സിനിമ കണ്ടവർക്കറിയാം. അതായത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം മൈക്കിൾ എന്ന് പറയുന്ന സിനിമ എനിക്ക് തന്നൊരു ഞാനൊരു മൈക്കിൾ ജാക്സന്റെ പാട്ടുകളാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനാണെങ്കിൽ എല്ലാ പാട്ടുകളും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് പുള്ളിയുടേതായ ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ ലൂപ്പ് കണക്ക് ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്തിട്ട് കേൾക്കുന്ന കുറച്ച് പാട്ടുകളുണ്ട്. അപ്പൊ കാര്യം ഇതാണ്. അതായത് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒ.ടി.ടിയിൽ വരുമ്പം കാണാം എന്ന് വെച്ച ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അല്ലെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ഷോ കാണുകയെന്ന് പറയത്തില്ല, അത്രയും കിടിലമായിരുന്നു ആ സിനിമ തിയേറ്ററിൽ കണ്ട സമയത്ത് കിട്ടിയത്. അത് നിങ്ങളിപ്പം ഒ.ടി.ടിയിൽ വരുമ്പോൾ ആ സിനിമ എത്ര പേർക്ക് വർക്കൗട്ട് ആവും എന്നുപോലെ അറിയത്തില്ല. മിക്കവാറും ആ സിനിമ ഒ.ടി.ടിയിൽ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് ആ സിനിമേനെ മിക്കവാറും ഡീഗ്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം തിയേറ്ററിൽ കിട്ടിയ ഒരു അനുഭവം ഒരിക്കലും ഫോണിൽ കിട്ടാൻ പോകുന്നില്ല. എന്തായാലും സിനിമ ഒ.ടി.ടിയിൽ വരും, കാണേണ്ടവർ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഞാൻ സംഭവം അതാണ്. അതായത് നിങ്ങൾ മിസ് ചെയ്തത് ഒരു ജെം സിനിമയാണെന്നൊക്കെ പറയത്തില്ലേ, നിങ്ങൾ എന്തായാലും കാണുക, കണ്ടിട്ട് പറയുക. ശരി, എന്നാ ബൈ ബൈ.